നമസ്കാരം. സത്യപ്രതിജ്ഞ കഴിഞ്ഞു. തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചുകൊണ്ട് വിജയ് മുഖ്യമന്ത്രിയായി മാറി. ആവേശകരമായ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് ദിവസം അവസാനിക്കുമ്പോൾ എങ്ങനെയുണ്ട് വിജയിൻ്റെ ആദ്യത്തെ ഭരണദിനം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ദിവസം, ഏറ്റവും ചരിത്രപരമായ ഒരു നേട്ടം ഉണ്ടാക്കിയതിന് ശേഷമുള്ള ആദ്യത്തെ ദിവസം എങ്ങനെയുണ്ട് എന്ന് നോക്കിയാലോ? വിജയിൻ്റെ ആദ്യത്തെ ദിവസം അത്ര പന്തിയല്ല തമിഴ് രാഷ്ട്രീയത്തിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ദിവസത്തെ രാഷ്ട്രീയമായ വിവാദം തെളിയിക്കുന്നത്. അത് സത്യപ്രതിജ്ഞയിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയമായ അടിത്തറ തമിഴ് സ്വത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. ദ്രാവിഡ സ്വത്വം. ഈ ദ്രാവിഡ പാർട്ടികൾ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും മാറി മാറി വരുന്ന DMK, അണ്ണാ DMK എന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ ദ്രാവിഡ സ്വത്വത്തെ മുൻനിർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്നും ഇതരമായ ഒരു പ്രത്യയശാസ്ത്രത്തെയും വാഴിക്കാത്ത സ്ഥലം കൂടിയാണ് തമിഴ്നാട്. BJP ഇപ്പോഴും ഇങ്ങനെ തപ്പി കളിക്കുന്നതിൻ്റെ അടിസ്ഥാനം അതുകൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് ദ്രാവിഡ സ്വത്വം നേരിട്ട് അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാത്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായി TVK വരുന്നത്. TVKയുടെ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യത്തെ ചടങ്ങിൽ തന്നെ തമിഴ് തായ് വാഴ്ത്ത് എന്ന തമിഴ് ഗാനത്തിന് അവഗണന എന്നുള്ളത് വലിയ വിവാദം ഉണ്ടാക്കിയിരിക്കുകയാണ്. BJP രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമായ തമിഴ്നാട്ടിനെ വലിയ വിവാദ കേന്ദ്രമാക്കി എതിർപ്പുകൾ ഉയർത്തിയ, തമിഴ്നാടിനെ കക്ഷി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോയ, നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായ വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ വരികൾ നിയമപരമാക്കി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നൊരു ഉത്തരവുണ്ട്. രാജ്യസഭയിലും ലോക്സഭയിലടക്കം വലിയ വിവാദമുണ്ടായത്. DMK ഒക്കെ വലിയ പോരാട്ടം രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ നടത്തിയതാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ച് വന്ദേ മാതരം ആദ്യം ചൊല്ലണം, ജനഗണമനയേക്കാൾ അല്ലെങ്കിൽ ദേശീയ ഗാനത്തേക്കാൾ പ്രാധാന്യത്തോടുകൂടി വന്ദേ മാതരത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരു ഉത്തരവ്. അത് ഏറ്റവും പ്രാക്ടിക്കലായി തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയിൽ ആദ്യം തന്നെ അവർ ഇൻസ്റ്റാൾ ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിലെത്തിയിട്ട് പോലും അവിടെ പോലും സത്യപ്രതിജ്ഞയിൽ ആ നിലയിൽ പ്രാധാന്യം ലഭിക്കാത്ത കാര്യം തമിഴ് തായ് വാഴ്ത്ത് എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ പ്രധാന ഗാനത്തെ മൂന്നാമതാക്കിക്കൊണ്ട് ഈ വന്ദേ മാതരത്തിന് ഇടം കൊടുത്തു. അത് പഴയ വന്ദേ മാതരമല്ല, പുതിയ വന്ദേ മാതരം. അത് വലിയ വിവാദമായി. ഒരേ ഒരു കാര്യം, വിജയ് ഈ ഘട്ടങ്ങളിലൊന്നും ദേശീയ ഗാനത്തിനും തമിഴ് തായ് വാഴ്ത്തിനും അല്ലാതെ മറ്റൊരു ഈ വന്ദേ മാതരത്തിന് വേണ്ടി ചുണ്ടനക്കിയില്ല എന്നുള്ളതാണ് അതിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇത് സംബന്ധിച്ച സംശയം രൂപപ്പെട്ടിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം. പക്ഷേ പ്രതിപക്ഷം DMK മുതൽ ഇടതു പാർട്ടികൾ CPI വരെയുള്ള സംഘടനകൾ കടുത്ത എതിർപ്പുമായി ആദ്യ ദിവസം തന്നെ വിജയ്ക്കെതിരെ രംഗത്ത് വന്ന കാഴ്ചയാണ് നമ്മുടെ ഈ ആദ്യത്തെ ദിവസം. രാഷ്ട്രീയമായി ഒരുപക്ഷെ ഒരു നിർണായക സന്ദർഭത്തെ കൈകാര്യം ചെയ്യാൻ വിജയ് പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. തമിഴ് തായ് വാഴ്ത്തിനെ അവഹേളിച്ചു എന്നാണ് വിമർശിക്കപ്പെടുന്നത്. മൂന്നാമതായാണ് ഗാനം ആലപിച്ചത്. ഈ സാഹചര്യത്തിലാണ് CPI P. വിൽസൺ MP ഇതാണോ മാറ്റം എന്ന ചോദ്യവുമായി രംഗത്തെത്തിയത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ തമിഴ് വെട്രിക്കഴകത്തിന് പിന്തുണ നൽകാൻ സമ്മതിച്ചിരുന്നുവെങ്കിലും സത്യപ്രതിജ്ഞ ചടങ്ങിൽ തമിഴ് തായ് വാഴ്ത്തിന് പ്രാധാന്യം നൽകാത്തതിനെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി M. വീരപാണ്ഡ്യനും വിമർശനം ഉന്നയിച്ചു. CPM CPI നേതാക്കൾ, ഷൺമുഖം ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രധാനമായി സാന്നിധ്യമായി അവിടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉണ്ടായിരുന്നു. പക്ഷേ അസാധാരണമായി ഇത്തരത്തിലൊരു നീക്കം, വന്ദേ മാതരത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് അവിടെ നടന്നത്. ഈ സാഹചര്യത്തിലാണ് കടുത്ത വിമർശനം ഉന്നയിക്കപ്പെട്ടത്. രണ്ടാമതായി DMKയുടെ എതിർപ്പാണ്. DMK ഈ കാര്യത്തിൽ കടുത്ത നിലപാട് നേരത്തെ തന്നെ എടുത്തിരുന്നു. DMKയുടെ MP കൂടിയായ P. വിൽസൺ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. വിജയ് മുന്നോട്ട് വച്ച മാറ്റം ഇതാണോ എന്ന ചോദ്യമാണ് DMK ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണ് എന്നത് സംബന്ധിച്ച ചോദ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നത് ഉണ്ട്. വിജയും അദ്ദേഹത്തിൻ്റെ പാർട്ടി സഹപ്രവർത്തകരും ഒക്കെ ഒരു എതിർപ്പുമില്ലാതെ ഈ ഗാനങ്ങൾ, പ്രത്യേകിച്ചും വന്ദേ മാതരത്തെ അവതരിപ്പിച്ചത് സ്വീകരിച്ചു എന്നുള്ളതാണ് അവരുടെ വിമർശനം. വന്ദേ മാതരം ആദ്യം തന്നെ ആലപിക്കപ്പെട്ടു. തുടർന്ന് ദേശീയ ഗാനം, മൂന്നാമതായി മാത്രമാണ് തമിഴ്നാടിൻ്റെ ഔദ്യോഗിക സംസ്ഥാന ഗാനം എന്ന് അറിയപ്പെടുന്ന തമിഴ് തായ് വാഴ്ത്ത് അവതരിപ്പിക്കപ്പെട്ടത്. തമിഴ്നാട്ടിലെ സർക്കാർ ചടങ്ങുകൾ സാധാരണ തമിഴ് തായ് വാഴ്ത്തിനോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ദേശീയ ഗാനത്തോടെ അവസാനിക്കുകയും ചെയ്യും. ഇതാണ് പതിവ് എന്ന് വീരപാണ്ഡ്യൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വന്ദേ മാതരം ഒരു പ്രത്യേക ദേവതയെ സ്തുതിക്കുന്നതും മതപരമായ സ്വഭാവമുള്ളതുമായ
ഉണ്ടായതുകൊണ്ട് ദേശീയ ഗാനമായി സ്വീകരിക്കാൻ ആകില്ല എന്നത് സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ തീരുമാനിച്ച കാര്യമായിരുന്നു എന്നാണ് വീരപാണ്ഡ്യൻ DMK പറയുന്നത്. തമിഴ് ആഹ്വാന ഗാനത്തെ മൂന്നാമതായി മാറ്റിയ നടപടി തമിഴ്നാട്ടിലെ ഒരു പാരമ്പര്യത്തിൻ്റെ ലംഘനമാണ് എന്നാണ് ഈ DMKയുടെ സമീപനം. അങ്ങനെ ഒരു നിലപാടാണ് അവർക്കുള്ളത്. ഈ പിഴവിന് ഉത്തരവാദികൾ ആര് എന്ന് തമിഴ്നാട് സർക്കാർ വിശദീകരിക്കണം എന്നും DMK ആവശ്യപ്പെടുന്നു. ചടങ്ങിൽ പങ്കെടുത്ത പാർട്ടിയായ തമിഴക വെട്രിക്കഴകം തമിഴ് തായ് വാഴ്ത്തിന് അതിൻ്റെ സ്ഥാനം ഉറപ്പാക്കുകയും ഇത്തരത്തിലുള്ള പിഴവുകൾ ആവർത്തിക്കാതിരിക്കുകയും വേണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞായറാഴ്ച ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വന്ദേ മാതരം മുഴുവൻ ആലപിക്കപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വർഷം ജനുവരി 28 പുറപ്പെടുവിച്ച ഉത്തരവിനെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായത് എന്നുള്ളതാണ് തമിഴ് വെട്രിക്കഴകത്തിൻ്റെ വിശദീകരണം. ബങ്കിം ചന്ദ്ര ചതോപാധ്യായ 1882 രചിച്ച ആ ഗാനത്തിൻ്റെ എല്ലാ 6 ചരണങ്ങളും ദേശീയ ഗാനത്തോടൊപ്പം അവതരിപ്പിക്കുമ്പോൾ ആദ്യം ആലപിക്കണം എന്നാണ് ഇപ്പോൾ നിലവിലെ ഉത്തരവ്. എന്നാൽ 1950 ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചത് 2 ഖണ്ഡികകൾ മാത്രമാണ്. MK സ്റ്റാലിൻ വന്ദേ മാതരം ആലപിക്കുന്ന രീതിയെ ചൊല്ലി കേന്ദ്ര സർക്കാരുമായി കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ച കാര്യം നേരത്തെ തന്നെ വലിയ വിവാദം ഉണ്ടാക്കിയ കാര്യമാണ്. ഈ സാഹചര്യത്തിൽ തമിഴ് വെട്രിക്കഴകം വിജയ്ക്ക് ഇക്കാര്യത്തിലുള്ള വിയോജിപ്പ് ചൂണ്ടിക്കാണിച്ച് രംഗത്തെത്തി. വന്ദേ മാതരം അദ്ദേഹം ഏറ്റുപാടിയില്ല എന്നും അതേസമയം ദേശീയ ഗാനവും തമിഴ് തായ് വാഴ്ത്തും അദ്ദേഹം ഏറ്റുപാടിയതും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തമിഴ് വെട്രിക്കഴകം രംഗത്തെത്തിയത്. ഇത് വിജയ്യുടെയോ മുഖ്യമന്ത്രിയുടെ തീരുമാനമല്ല, മറിച്ച് സത്യപ്രതിജ്ഞ ചടങ്ങ് ഗവർണറുടെ പ്രോട്ടോകോൾ പ്രകാരം, ഗവർണറുടെ നിർദ്ദേശപ്രകാരം, ലോക്ഭവൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചടങ്ങ് നടക്കുന്നത് എന്നുള്ളതാണ് അവരുടെ വിശദീകരണം. അതേസമയം BJP ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ സംഘർഷമുണ്ടാകുമ്പോൾ അതിൽ ഇടപെട്ട് സാധ്യതയാക്കി മാറ്റാനുള്ള ഒരു നീക്കം നടത്തിയിട്ടുണ്ടാകാം എന്നും, എന്നാൽ അങ്ങനെ അവർക്ക് വിളവെടുക്കാനുള്ള അവസരമുണ്ടാക്കിയില്ല, ഒരു വിവാദത്തിനും തർക്കത്തിനും അവസരമുണ്ടാക്കിയില്ല എന്നാണ് അവരുടെ ഒരു അവകാശവാദം വരുന്നത്. അതേസമയം നേരത്തെ പല ചടങ്ങുകളിലും തമിഴ് തായ് വാഴ്ത്തിനെ അവഗണിച്ച് മറ്റ് വന്ദേ മാതരം അടക്കം മുന്നോട്ട് വെച്ച NR റവി അടക്കമുള്ള മുൻ ഗവർണർമാരുടെ നടപടികളിൽ അതേ വേദിയിൽ MK സ്റ്റാലിൻ അടക്കം ചോദ്യം ചെയ്ത് രംഗത്തെത്തിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകളിൽ ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങൾ നേരിടാൻ വിജയ് പാടുപെടും എന്നാണ് ഈ ഒന്നാമത്തെ കാര്യം തെളിയിക്കുന്നത്. രണ്ടാമത്തേത്, ആദ്യ ദിനം തന്നെ DMKയുമായി കൊമ്പുകൂർത്തുകൊണ്ട് വിജയ് രംഗത്തെത്തി. വിജയ്യുടെ ഇന്നത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള അഭിസംബോധനയിൽ അദ്ദേഹം തൊട്ട് മുമ്പത്തെ സർക്കാർ, അതായത് MK സ്റ്റാലിൻ്റെ DMK സർക്കാർ 10 ലക്ഷം കോടിയുടെ കടത്തിൽ തള്ളിയിട്ടാണ് തിരിച്ചു പോയത് എന്നും ഇനി ഖജനാവിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പോയി പരിശോധിച്ചിട്ടേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നും അതിനനുസരിച്ചാണ് നടപടികൾ സ്വീകരിക്കാൻ കഴിയുക എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. 10 ലക്ഷം കോടിക്ക് മേലെ കടൻ വാങ്ങി വെച്ചിട്ട് പോയിരിக்கிற இன்னைக்கு அந்த தமிழ்நாடு அரசு இருக்கிறப்போ, கஜானாவை சுத்தமா தொடச்சி வலிச்சு வச்சுட்டு போயிருக்கிறப்போ, தூக்க முடியாத சுமையை ஏத்தி வச்சுட்டு போயிருக்கிறப்போ, சோ அப்படிப்பட்ட ஒரு நிலைமையில தான் இந்த பொறுப்பை நம்ம கையில எடுத்திருக்கிறோம். உள்ள போய் பார்த்தாதான் தெரியும் எது எந்த நிலைமையில இருக்கு, என்ன இருக்கு என்ன இல்ல, எது எந்த நிலைமையில இருக்கு எது எந்த நிலைமையில இல்ல. சோ அதையெல்லாம் பார்த்துட்டு உங்களுக்கு ஒரு வெள்ளை அறிக்கையா அது வெளியிடணும்னு நான் நினைக்கிறேன். ஒரு டிரான்സ്പെറന്റാണ് ഒരു ഗവൺമെന്റാ. വിജയുടെ ഈ നിലപാട് മുൻകൂർ ജാമ്യം എടുക്കലാണ് എന്നാണ് DMKയുടെ പ്രതികരണം. MK സ്റ്റാലിൻ തന്നെ ഇത് സംബന്ധിച്ച പ്രതികരണവുമായി രംഗത്തെത്തി. വിജയ് ഇത്തരത്തിലുള്ള നേരത്തെ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള പരിപാടിയാണോ എന്നുള്ള സംശയം ഉന്നയിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു സൂചന മുന്നോട്ട് വെച്ചുകൊണ്ട് MK സ്റ്റാലിൻ തന്നെ രംഗത്തെത്തി. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെ തന്നെയാണ്: അധികാരമേറ്റ് ഉടൻ തന്നെ സർക്കാരിന് പണമില്ല എന്ന് പറയാൻ തുടങ്ങരുത്. എല്ലാം ഉണ്ടല്ലോ, ജനങ്ങൾക്ക് നൽകാൻ മനസ്സും ഭരണ മികവും മതി. കോവിഡ്, പ്രളയം, കേന്ദ്ര BJP സർക്കാരിൻ്റെ പല പ്രശ്നങ്ങൾ എന്നിവയെ നേരിട്ട് കഴിഞ്ഞ 5 വർഷങ്ങളിൽ അനവധി ജനക്ഷേമ പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കി. ആദ്യ പ്രസംഗത്തിൽ തന്നെ മുൻ സർക്കാർ 10 ലക്ഷം കോടി രൂപ കടമെടുത്ത് ഖജനാവ് ശൂന്യമാക്കി എന്ന ആരോപണം നിങ്ങൾ ഉന്നയിച്ചു. തമിഴ്നാട്ടിൻ്റെ കടബാധ്യത അനുവദിച്ച പരിധിക്കുള്ളിലാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി ബജറ്റിൽ തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു. അതറിയാതെയാണോ നിങ്ങൾ അതിനുശേഷം ഇത്രയും വാഗ്ദാനങ്ങൾ തമിഴ് ജനതയ്ക്ക് നൽകിയത്? നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ വീണ്ടും വഞ്ചിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്യരുത്. പ്രായോഗികമായി നടപ്പാക്കാനാകുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ ഞാൻ നൽകൂ എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ നിങ്ങൾ ഇപ്പോഴാണ് ഭരണനിർവഹണത്തിലേക്ക് കടക്കുന്നത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എങ്ങനെ വേഗത്തിൽ നിറവേറ്റാമെന്ന് ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും ഉടൻ പഠിക്കാൻ
ജയിക്കാനാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ വോട്ട് ചെയ്ത ജനങ്ങളും അതുതന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഭരണത്തിൽ തമിഴ്നാടിൻ്റെ വളർച്ചയുടെ യാത്ര തുടരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു എന്നാണ് MK സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ ആശംസാക്കുറിപ്പിൽ ഒരു കുത്തുകൂടി കുത്തിക്കൊണ്ട് വിജയുടെ പ്രസംഗത്തിലെ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത്. രാഷ്ട്രീയമായി വിജയുടെ വരവ് തന്നെ MK സ്റ്റാലിനെയും DMKയും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു വലിയ വോട്ട് ബാങ്ക് സൃഷ്ടിച്ചുകൊണ്ടാണ്. അത്തരം സമീപനത്തിലൂടെ വന്ന് നിലവിൽ വിജയ് നേരിടുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. കാരണം MK സ്റ്റാലിൻ്റെ കക്ഷികളായി അദ്ദേഹത്തിൻ്റെ മുന്നണിയിൽ മത്സരിച്ച് വിജയിച്ച ആളുകളുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ വിജയ് നിലനിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ മാറ്റം DMK തള്ളിക്കളഞ്ഞു, കോൺഗ്രസിനെ തന്നെ തള്ളിക്കളഞ്ഞുവെങ്കിലും ബാക്കി VCK, CPI, CPM, മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ ഇപ്പോഴും DMK മുന്നണിയിലാണ്. പക്ഷേ അവരുടെ പിന്തുണയിലാണ് വിജയ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ MK സ്റ്റാലിനെതിരെയും DMKക്കെതിരെയുമുള്ള ആക്രമണത്തിന് പരിമിതി വിജയ്ക്ക് മുന്നിലേക്ക് വരും. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് കടത്താൻ കഴിയില്ല. സാധാരണ ജയലളിതയുടെ ഒക്കെ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് മുൻ ഭരണകാലത്തിന് വലിയ കേസുകളൊക്കെ എടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് കരുണാനിധിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ജനവികാരം അനുകൂലമാക്കി നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ ഇനി പുതിയ സർക്കാർ വന്ന് പഴയ സർക്കാരിനെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകുക എന്നൊക്കെയുള്ള വെല്ലുവിളികളും വാഗ്വാദങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. പിണറായി വിജയൻ അകത്തിടും, കേസെടുക്കും, രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ ഗൂഢാലോചനയ്ക്ക് കേസെടുക്കും എന്നൊക്കെയുള്ള ചാനൽ ചർച്ചകളിലെ അവതാരകരുടെ ആഹ്വാനം തന്നെ കാണുന്നുണ്ട്. അത്തരത്തിൽ വികാരത്തെ എപ്പോഴും നമുക്കൊപ്പം നിർത്തുന്നതിന് എതിരാളികളെ എപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയം. എന്നാൽ ഇത്തവണ വിജയ്ക്ക് ഒരുപക്ഷെ സാധ്യമാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ ഇന്ന് പ്രഖ്യാപിച്ചതുപോലെയുള്ള തരത്തിലുള്ള ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് അതിൻ്റെ വലിയ പ്രായോഗികമായ സാധ്യതകളിലേക്ക് കടക്കാൻ പരിമിതിയുണ്ട് എന്നുള്ളത് അവരുടെ പിന്തുണക്കാരുടെ നിലവിലെ കോൺട്രാക്റ്റിൽ തന്നെ ഉള്ളതാണ്. അത്തരത്തിൽ ഉപാധികളോടെയുള്ള പിന്തുണകൾ CPMഉം CPIയും ഒക്കെ നൽകിയിട്ടുണ്ട്, മുസ്ലിം ലീഗ് അടക്കം നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. എന്തായാലും രാഷ്ട്രീയമായി വിജയ്ക്ക് ആദ്യത്തെ ദിവസം അത്ര ഭാവി രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ശുഭകരമായിരിക്കില്ല. അത് കടുത്ത നിലയിലേക്ക് ഇനിയും പോകും എന്നും, ഒരു ഭാഗത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭീഷണി, മറുഭാഗത്ത് സ്വാഭാവികമായ രാഷ്ട്രീയ പ്രതിയോഗികളുമായുള്ള സംഘർഷം, അത്തരം രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് വിജയെ സംബന്ധിച്ച് ഇനിയുള്ള കാലത്ത് വലിയ വെല്ലുവിളിയായിരിക്കും. അതിനെ മറികടക്കാൻ എന്തുമാത്രം അദ്ദേഹത്തിന് കഴിയും എന്നതിനെ ആശ്രയിച്ചായിരിക്കും വരും ദിവസങ്ങളിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം രാജിവെച്ച ഇടത്ത് ഉള്ള ഉപതെരഞ്ഞെടുപ്പ് പോലും ആ മട്ടിൽ സ്വീകരിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി രാജിക്കത്ത് ഇന്ന് അദ്ദേഹം രാജേന്ദ്ര അർലേക്കർക്ക് കൊടുത്തു. അവിടെ തൃഷയെ മത്സരിപ്പിക്കും എന്നൊക്കെയുള്ള വാർത്തകളും വരുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങൾക്കായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.